തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുപ്രസിദ്ധ ഗുണ്ടാത്തലവന്റെ പോരാട്ടം. ഹരിനാടാർ തെങ്കാശിയിലെ ആലംകുളം മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പത്രിക സമർപ്പിച്ചു. പുഴൽ സെൻട്രൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന തടവുകാരനായ ഹരിനാടാർ തെങ്കാശി ജില്ലയിലെ ആലക്കുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 9 തട്ടിപ്പ് കേസുകൾ ഉൾപ്പെടെ 24 ക്രിമിനൽ കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്. സത്യവാങ്മൂലത്തിൽ പറയുന്നതനുസരിച്ച് ഹരിനാടാറിന് 26.76 കോടി രൂപയുടെ ജംഗമ ആസ്തികളും 12 ലക്ഷം രൂപയുടെ സ്ഥാവര ആസ്തികളുമുണ്ട്. 11 കിലോ 650 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും 17.06 കോടി രൂപയുടെ സ്വർണ്ണക്കട്ടികളും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. 6 കാറുകളും അദ്ദേഹത്തിന്റെ പേരിലാണ്. SSLC തലം വരെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2020 മുതൽ 21 അസസ്മെന്റ് വർഷത്തിൽ അദ്ദേഹം അവസാനമായി 1.52 കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടുണ്ട്. 24 ക്രിമിനൽ കേസുകളിൽ വഞ്ചനയ്ക്ക് പുറമെ ഭീഷണിപ്പെടുത്തൽ, പൊതുസ്വത്തിൽ കേടുപാടുകൾ വരുത്തൽ, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, സ്ത്രീകളെ ഉപദ്രവിക്കൽ, ആയുധങ്ങൾ കൈവശം വയ്ക്കൽ, നിയമവിരുദ്ധമായി സംഘം ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. ആലംകുളം നിയോജക മണ്ഡലത്തിലെ പനങ്കാട്ട് പടൈ കച്ചിയുടെ കോർഡിനേറ്ററായ ഹരിനാടാർ റിട്ടേണിംഗ് ഓഫീസർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പുഴൽ സെൻട്രൽ ജയിലിലെ ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിലാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആലംകുളത്ത് നിന്ന് മത്സരിച്ച ഹരിനാടാർ 37,000-ഓളം വോട്ടുകൾ നേടി പരാജയപ്പെട്ടത്. അന്ന് ഇയാളുടെ സാന്നിധ്യം DMK സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് പ്രധാന കാരണമായി മാറിയിരുന്നു. അന്ന് ഹരിനാടാറിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങിയത് മറ്റൊരു ഗുണ്ടാത്തലവനും സുഹൃത്തുമായ റോക്കറ്റ് രാജയായിരുന്നു. എന്നാൽ ഇത്തവണയും ഇരുവരും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. റോക്കറ്റ് രാജ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഹരിനാടാറും മത്സരരംഗത്തേക്കെത്തിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.